Hi dears, welcome back to our family. അപ്പം എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. ഇന്ന് ഉത്രാടമാണ്. ഞാൻ തിരുവോണത്തിൻ്റെ അന്നായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി 7:30 ആയിട്ടുണ്ട്, സന്ധ്യയ്ക്ക് 7:30 ആയിട്ടുണ്ട്. ഞങ്ങൾ പൂ മേടിക്കാൻ പോകാൻ ഇറങ്ങിയാണ്. ഇവിടെ അങ്ങനെ 10 ദിവസവും അത്തപ്പൂക്കൾ ഇടുന്ന ചടങ്ങൊന്നും ഇല്ല. പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഇടുമായിരുന്നു. ഇപ്പോൾ ഇതേ ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് അത്തപ്പൂക്കളിടും. എല്ലാ വർഷവും അങ്ങനെയാണ് കേട്ടോ. അപ്പം രാവിലെ അത്ത ഇടണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് പൂ മേടിക്കാൻ പോകും. പൂവിനൊക്കെ ഞങ്ങൾ ഇന്നലെ കരുനാപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് മേടിക്കാൻ നോക്കി, തിരുവോണത്തിൻ്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങാൻ നോക്കിയാണ്. അപ്പം ഭയങ്കര റേറ്റ്. ജമന്തി 1 കിലോ 350 400 അങ്ങനെയൊക്കെ. ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പൂ ഇട്ടിട്ട് പിന്നെ പൂക്കൾ കുറവും പൂക്കളം വലുതുമായിരുന്നു. അങ്ങനെ പിന്നെ പോയി മേടിച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് 15ാമത്തെ ദിവസം കൊണ്ടായിരുന്നു തിരുവോണം വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. തിരുവോണത്തിൻ്റെ തലേന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് പറയുമല്ലോ, വീട്ടിലുള്ളവരൊക്കെ പറയുമല്ലോ പുറത്തിറങ്ങരുത്, 28 കഴിയാതെ പുറത്തിറങ്ങരുത്. ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ നടുവേദന എടുക്കുമെന്ന് പറയും. നടുവേദന എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് മെയിനായിട്ട്. പക്ഷേ എനിക്കിതുവരെ നടുവേദനയൊന്നും വന്നിട്ടില്ല. ഇനി വരാണ്ടിരിക്കട്ടെ. അപ്പം ഞാൻ തിരുവോണത്തിൻ്റെ തലേന്ന്, അതായത് എനിക്ക് 14 ഡെലിവറി കഴിഞ്ഞിട്ട് 14 അങ്ങനെയാണെന്ന് തോന്നുന്നു, ഞങ്ങൾ പോയിട്ട് തന്നെയാണ് പൂ മേടിച്ചതും പൂക്കൾ ഒരുക്കാനും ഒക്കെ ഞാൻ തന്നെയായിരുന്നു മുൻകൈ എടുത്തതൊക്കെ. നല്ല രസമായിരുന്നു. അന്ന് ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കാശി ബേബി കുഞ്ഞു ആവയായിരുന്നു. ഇപ്പോൾ അവൻ വളർന്നു. അവൻ്റെ ഫസ്റ്റ് ഓണമാണ്. ആദ്യത്തെ ഓണമല്ല, ആദ്യത്തെ ഓണം കഴിഞ്ഞു എങ്കിലും അന്ന് ജനിച്ചിട്ട് കുറച്ച് ദിവസമെല്ലാം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ബേബീൻ്റെ ഫസ്റ്റ് ഓണമാണിത്. അപ്പം നമ്മൾ പൂ മേടിക്കാൻ പോകാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ദേവി ഒരുങ്ങാൻ പോയി, അമ്മ ഒരുങ്ങുന്നു. ബേബീനെ ഞാൻ റെഡിയാക്കി വലിയച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞാനും ബേബിയും ദേവിയും അമ്മയും കൂടിയിട്ടാണ് പോണത്. അമ്മ വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ ഭയങ്കര വികൃതിയാണ് കുഞ്ഞിപ്പോൾ. അപ്പോൾ എനിക്ക് എടുത്തുകൊണ്ട് നടക്കുമ്പം ഒരാളുടെ കയ്യിൽ കൈമാറി കൊടുക്കും. ഗോകുൽ എടുക്കില്ല കേട്ടോ. ഗോകുൽ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കത്തില്ല. കുറച്ച് നേരമൊക്കെ എടുത്ത് വെച്ച് കളിപ്പിക്കുമെന്നുള്ളൂ. ആൾക്കങ്ങനെ വശമില്ല എടുത്തോട്ട് നടക്കാൻ വേണ്ടിയിട്ടൊന്നും. ദേവിയുടെ കയ്യിൽ കുറച്ച് നേരം ഇരിക്കത്തുള്ളൂ. അമ്മയുടെ കയ്യിലാകുമ്പോൾ ഇരുന്നുള്ളൂ. അതുകൊണ്ടിട്ടാണ് അമ്മേനെ പൊക്കിയെടുത്ത് എല്ലാവരും നടക്കുന്നത്. അമ്മ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മാസം അവസാനം അമ്മ പോകും. ഗോകുൽ അടുത്ത മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേന് ഗോകു പോവും. ഞാൻ എപ്പോൾ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഗോകുലിൻ്റെ കൂടെ പോവും, അല്ലാന്നുണ്ടെങ്കിൽ അറിയത്തില്ല. എന്തായാലും വഴിയെ പറയാം. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഞങ്ങൾ പൂ മേടിക്കാനായിട്ട് കൊല്ലത്തേക്കാണ് കേട്ടോ. ടൗണിലേക്ക് പോയതാണ്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഉത്രാട ദിനമായതുകൊണ്ട് തന്നെ ഉത്രാടപ്പാച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു. നോർമലി കൊല്ലത്ത് പോകുമ്പോൾ ഇത്രയും തിരക്ക് കാണാറില്ല, എന്നാലും തിരക്കുണ്ടാവാറുണ്ട്. ഇത്രയും കാണാറില്ല. അമ്മയും ദേവിയും ബേബിയും ഗോകുലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂ മേടിക്കാൻ ഇറങ്ങിയാണ്. പിന്നെ അല്ലറ ചില്ലറ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇറങ്ങിയത്. ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പൂക്കടയിൽ വന്നിട്ടാണ് മേടിച്ചത്. പൂക്കടകളുടെ സ്റ്റോളുകളിൽ പോയി മേടിക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് പറയും. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് മേടിക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറച്ചുമായിരിക്കും. അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കരുനാപ്പള്ളി പോയപ്പോൾ ജമന്തിപ്പൂ 1 കിലോ 300 രൂപ 350 രൂപയാണ് പറഞ്ഞത്. മഞ്ഞയ്ക്ക്, ഓറഞ്ചിന് 300. ഇവിടെ ഓറഞ്ച് 100, മഞ്ഞ 100. അങ്ങനെ ഞങ്ങൾ 5 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ കടയിലെ പയ്യൻ വിളിച്ചപ്പം ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന കടയിലെ ചേട്ടൻ വഴക്ക് പറഞ്ഞു, ഇവിടെ സാധനം എടുക്കുകയല്ലേ. പിന്നെ അപ്പോൾ എനിക്കൊരു വിഷമം. പിന്നെ ബാക്കിയുള്ള പൂക്കൾ ഞാൻ അവൻ്റെ കടയിൽ പോയി മേടിച്ചു. പിന്നെ അവൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയോ മേടിച്ചു. റോസും വാടാമല്ലി അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ കടയിലുണ്ടല്ലോ, അപ്പോൾ അവിടെയും പോയി എന്തെങ്കിലും മേടിക്കാമെന്ന്. അങ്ങനെ അവിടെയും പോയി മേടിച്ചു. ഒരുവിധം ഞങ്ങളൊരു വീട്ടിലേക്കുള്ള പൂക്കൾ ഒരുക്കാനല്ല, ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പൂക്കൾ ഒരുക്കുമല്ലോ, അത് കൂട്ടിയിട്ടാണ് പൂ മേടിച്ചത്. ഇത്രയും വാങ്ങണ്ടായിരുന്നു എന്ന് പൂക്കളെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് അധികം ഉണ്ടായിരുന്നു. ഞാൻ ഗോകുൽ പറഞ്ഞതാണ് 3 കിലോ മതിയെന്ന്. 5 കിലോ ഇരിക്കട്ടെ. നമ്മൾ ശരി ആയിക്കോട്ടെ. അങ്ങനെ 5 കിലോ മഞ്ഞ ജമന്തിയും 5 കിലോ ഓറഞ്ച് ജമന്തിയും മേടിച്ചു. അതുപോലെ തന്നെ ഓരോ കിലോ വെച്ച് റോസും വാടാമല്ലിയും കോഴിവലമ്പൂവും പിന്നെ ഒരു മഞ്ഞ കളറിലൊരു ഫ്ലവറിന് അത് ഭയങ്കര റേറ്റായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനത് 1/2 kg മേടിച്ചു. പിന്നെ അരളിപ്പൂവൊക്കെ മേടിച്ചു. പക്ഷേ അരളിപ്പൂ ഞാൻ അത്തപ്പൂക്കളത്തിൽ ഇട്ടില്ല കേട്ടോ. അത്തപ്പൂക്കളത്തിൻ്റെ വീഡിയോ ഞാൻ ഈവനിങ് പോസ്റ്റ് ചെയ്യാം. കാര്യം എല്ലാം കൊടുത്തിട്ട് കുഴക്കേണ്ടത് വെച്ചിട്ട് ചെയ്യേണ്ടേ. ഇത്രയല്ല കേട്ടോ. ബാക്കി കവർ ഞാൻ ഗോകുലിനെ ഏൽപ്പിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോണ വഴിക്ക് ഒരു മെൻസ് വെയറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന്
അവിടെ നിന്ന് ആർക്കൊക്കെ ആയിരുന്നു, പപ്പയ്ക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു, പിന്നെ ചേട്ടന് പാൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സൈസ് വലുതായിരുന്നു. അപ്പോൾ അതങ്ങ് ഗോഗു എടുത്തിട്ട് ചേട്ടന് വേണ്ടിയിട്ട് മേടിക്കാൻ കയറിയാണ് വേണ്ട ഞാൻ. പിന്നെ ഗോകുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ മുണ്ടെടുത്തില്ല. അപ്പോൾ പുള്ളിക്കാരനുള്ള മുണ്ടും എടുക്കണമായിരുന്നു. അങ്ങനെ കയറിയാണ്. അങ്ങനെ കയറിയപ്പം പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഗോകുവിനൊരു മുണ്ട് ഈ കളറിലെ കരയുള്ള ഷർട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെടുക്കാൻ പറഞ്ഞു വേണ്ട ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക് ആകുമ്പോൾ മിക്കവാറും ഒരു ഇത് എല്ലാത്തിനും കൂടെ ചേരില്ല. പാൻറ്റും പൊക്കി പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ പാൻറ്റും എടുത്തു, ഷർട്ടും എടുത്തു. ഗോകുവിനൊരു പാൻറ്റ് എടുത്തു. ഇപ്പോൾ ഗോകു ഏതെങ്കിലും കടയിൽ പോയി എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല, അത് മേടിച്ചിട്ട് അവൻ പോരും. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ചെരുപ്പ് കണ്ടാലും അങ്ങനെ തന്നെയാണ്, ഷർട്ട് കണ്ടാലും അങ്ങനെ തന്നെയാണ്, പാൻറ്റ് കണ്ടാലും അങ്ങനെ തന്നെയാണ്. ഡ്രസ്സിൻ്റെ കാര്യമൊന്നും അവൻ നോക്കില്ല. അവനെ കണ്ടു ഇഷ്ടപ്പെട്ട് അവൻ എടുത്തിട്ട് വരും, പറയുകൂടിയില്ല കേട്ടോ. ഞാനതിന് അടിയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കോളേജ് ജംഗ്ഷൻ വഴി ആശ്രമത്തേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് റംബൂട്ടാൻ കണ്ട്. എൻ്റെ അനിയത്തിക്ക് റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. സീസൺ കഴിയാനായി. സോ കണ്ടപ്പോൾ എന്തായാലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു കടയിൽ നിർത്തിയിട്ട് റംബൂട്ടാൻ ഓർഡർ ചെയ്തു. അവൾക്ക് 1 kg യെല്ലോ റംബൂട്ടാൻ എടുത്തു. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര പുളിയായിരുന്നു. എനിക്ക് റംബൂട്ടാൻ ഇഷ്ടമാണ്, പക്ഷേ ഈ റംബൂട്ടാൻ ഭയങ്കര പുളിയായിരുന്നു. അതുപോലെ കൂഴയായിരുന്നു. വരിക്കയാണ് എനിക്ക് കൂടുതൽ, റംബൂട്ടാൻ്റെ കൂട്ടത്തിൽ വരിക്ക റംബൂട്ടാനാണ് എനിക്കിഷ്ടം. ഇത് ഭയങ്കര കട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കല്ലുംതാഴത്തുള്ള സമർ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടൻ ബിരിയാണി, ഇവിടുത്തെ കുട്ടൻ ബിരിയാണി ഭയങ്കര ഫേമസ്, ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിക്കാൻ വന്നതാണ്. പക്ഷേ ഒരു 9:30 എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ. അതുകൊണ്ടിട്ട് കുട്ടൻ ബിരിയാണി കിട്ടിയില്ല. പിന്നെ ഞങ്ങളൊരു മസാല ഷവായിയും ഒരു കുഴിമന്തിയും പറഞ്ഞു. മസാല ഷവായി ഓക്കെ ആയിരുന്നു, പക്ഷേ കുഴിമന്തി അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾ കൂടുതലും കുഴിമന്തി കഴിക്കാനായിട്ട് മന്തി മനസ്സിലാണ് പോകാറുള്ളത്. അപ്പം അവിടുത്തെ വെച്ച് നോക്കിയിട്ട് ഇവിടെ വന്ന് കഴിച്ചപ്പോൾ അത്ര ഇഷ്ടമായില്ല. ഷവായ ഓക്കെ ആയിരുന്നു, ബട്ട് മന്തി അത്ര പോരായിരുന്നു. എന്നാലും പിന്നെയും കുഴപ്പമില്ല, കഴിച്ചു. വിശപ്പായിരുന്നേ. ഞാൻ വീട്ടിലെത്തി പൂക്കളൊക്കെ എടുത്ത് ഒതുക്കി വെച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലത്തെ വെളുപ്പിന് എണീറ്റിടണം. അതുകൊണ്ടിട്ട് രാത്രി തന്നെ എല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും, ഞാനും അമ്മയും ദേവിയും വല്യമ്മച്ചിയും ഗോകുവും എല്ലാവരും കൂടി ഇരുന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇപ്പം സമയം 2 മണിയായി. ഉറക്കം വരുന്നുണ്ട്. നമ്മൾ പൂക്കളെല്ലാം ഒരുവിധം പറിച്ച് വെച്ച് ഇളക്കി പൊഴിച്ച് കട്ട് ചെയ്തൊക്കെ വെച്ച്. സത്യത്തിൽ നാളെ രാവിലെ പൂക്കളം ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇപ്പം നാളെ രാവിലെ ഉറക്കം എഴുന്നേൽക്കൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ വെച്ച് പൂക്കളെല്ലാം കട്ട് ചെയ്ത് വെച്ചല്ലോ, ഇനിയിപ്പോൾ പോയി കുളിച്ചിട്ട് അത്തപ്പൂ ഇട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം വേറെ പ്രോഗ്രാമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പൂക്കൾ മേടിക്കാൻ പോയി. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ കരുനാഗപ്പള്ളി പോയപ്പം 1 കിലോ ജമന്തി 1 കിലോ ജമന്തിക്ക് 350 പറഞ്ഞത്. പക്ഷെ കൊല്ലത്തെടുത്തപ്പോൾ 1 കിലോയ്ക്ക് 100 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 5 കിലോ മഞ്ഞ, 5 കിലോ ഓറഞ്ചും വാങ്ങി. പിന്നെ കുറേ പൂക്കൾ എന്തൊക്കെയാണെന്ന് അറിയാമേ, കിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, 100 രൂപയുടെ കിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മേടിച്ചില്ല, അല്ലാണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് തൂക്കി മേടിച്ചു. അതാകുമ്പോഴത്തേന് കുറച്ചധികം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. പിന്നെ അവിടുന്ന് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. വീട്ടിലൊരുവിധം എല്ലാവർക്കും, ഗോകുവിൻ്റെ വീട്ടിലുള്ളവർക്കും ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൈസ് കറക്റ്റ് അല്ലാത്തതും എടുക്കാൻ വിട്ടുപോയതും ഒക്കെ പിന്നെ പോയി എടുത്ത്. ഇനി എന്താ, നമുക്ക് തിരുവോണത്തിൻ്റെ അന്നല്ല കേട്ടോ ആഘോഷവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ പൂക്കളും ഇടും, സദ്യ ഒരുക്കുമെന്നേ ഉള്ളൂ. പക്ഷേ വിരുന്നിനെല്ലാവരെയും കുടുംബക്കാരെല്ലാം വിളിച്ചിട്ടുള്ളത് അവിട്ടത്തിനാണ്. സാധാരണ ഞങ്ങൾ ചതയത്തിൻ്റെ അന്നായിരുന്നു ചെയ്യാറുള്ളത്. പിന്നെ ഞങ്ങൾക്ക് അങ്ങ് എറണാകുളത്തേക്ക് പോകണം, എറണാകുളത്തല്ല തൃശ്ശൂർ പോകണമല്ലോ, അതുകൊണ്ടിട്ടാണ് അവിട്ടത്തിനാക്കിയത്. അപ്പോൾ ചതയത്തിൻ്റെ അന്ന് മിക്കവാറും ഞങ്ങൾ എറണാകുളത്തേക്ക് പോകും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനിയിപ്പോൾ വേറെ പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉറക്കം വരുന്നുണ്ട്. പക്ഷേ പൂക്കൾ ഇട്ടിട്ട് പോയി കിടന്ന് തുടങ്ങി കഴിഞ്ഞാൽ സമാധാനമായിട്ട് കിടന്ന് തുടങ്ങാം. രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ പോയാൽ മതി. ഞാൻ പോയി കുളിച്ച് പൂക്കൾ ഇട്ടിട്ട് നൈറ്റ് ആയതുകൊണ്ട് കാണിച്ചാലും വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നാളെ രാവിലത്തെ, അല്ലാതെ തിരുവോണത്തിൻ്റെ അന്നത്തെ വ്ളോഗിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ കണ്ണ് കടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, ഗുഡ് നൈറ്റ്.